എന്തോ പറ്റിച്ചേ? ഇച്ചിരി വെള്ളത്തിന് വന്നയാ. കുഞ്ഞുമറിയേ, കുഞ്ഞുമറിയേ, അവളങ്ങ് അടുക്കളയിലായിരിക്കും. കുഞ്ഞുമറിയേ, അമ്മച്ചി പഴുത്ത മാങ്ങയാ ബേബിച്ചാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നയാ. അത് അപ്പുറത്ത് കൊണ്ട് വെക്കടാ, അതും തൂക്കി കൊണ്ട് നടക്കാതെ. പൊന്നു പോലെ കണ്ടോ കണ്ടോ, ഇതാ ഇപ്പം പാട്. ഇവിടെ എത്തും വരെയും ഇവൾ എന്റെ കൈക്ക് പിടിച്ചാ നടന്നേ. അമ്മച്ചിയെ കണ്ടപ്പോഴ് ഇതല്ലയോ പറഞ്ഞേ. കാര്യം പറഞ്ഞ അപ്പുറത്തെ ഇപ്പുറത്തേം കരയാ. എന്നാൽ 7 മാസം കൂടിയിട്ടല്ലയോ ഞാൻ ഇപ്പൊ ഇവളെ കാണുന്നേ. അതിന്റെ വിഷമം കാണത്തില്ലയോ അവക്ക്? അതിന്റെ കുറ്റം ബേബിക്കും കൂടാ. എപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുവന്നൂടായോ അവളെ? ഞാൻ പറയുന്ന നേരല്ലയോ ചേട്ടത്തി. ഇപ്പൊ രണ്ടുപേരും കൂടെ കൂടിയപ്പോ എനിക്ക് കുറ്റവും കൂടായി. ചേട്ടത്തി പിള്ളാരെ പഠിപ്പിക്കുന്നല്ലയോ, ഉള്ളതുപോലെ പറയണം. അമ്മച്ചി പറയുന്ന കുറച്ച് കാര്യമുണ്ട് ബേബി. ആഞ്ഞു നടന്ന മേല് വേർക്കുമ്പോഴത്തേക്കും ഇങ്ങെത്തത്തില്ലയോ? പിന്നെ പറയുന്നാന്നോ കാര്യം? അപ്പൻ ചീട്ട് കീറത്തേ ഉള്ളൂ, കൈക്ക് ഇരിക്കാനെ കൊണ്ട് ആരുമില്ലേ. ആ നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞോളുന്നില്ല. ഞാനേ ആ കുന്നത്തൊരു പോയേച്ചു വരാം, അല്ല കാര്യം ഒന്നും നീങ്ങത്തില്ല. അത് കൊള്ളാം. ചോറും കറി ആയപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നേ. എവർക്ക് വിശപ്പ് കാണുവേ, ഓർമ്മ വേണം. വേഗം ഇങ്ങ് വന്നേക്കണം. അതിന് എന്നെ കാത്തിരിക്കുന്ന എന്തോ ഇനാ, വിശക്കുമ്പോ തിന്നണം. ഞാൻ താമസിച്ച നമുക്ക് എന്തോ അല്ലേ, എല്ലാരും കൂടെ കൂടിയത് നല്ലപ്പഴ. അന്നേരം വേണോ മറുതാങ്കം? വാ മോളെ, നിനക്ക് വെള്ളം വല്ലതും വേണോ? വേണം അമ്മച്ചി. അല്ല ചേട്ടത്തി, തിന്നാനെ കൊണ്ട് എന്തുവാ വല്ലോ ഉണ്ടോ? ആ ഉണ്ട്. അമ്മച്ചി കീച്ചേരിത്തരെ കുളം വറ്റിച്ചെടുത്ത് പോയി നിന്ന് വാങ്ങിച്ചോണ്ട് വന്നയാ. മരുമോൻ വരുന്നെന്ന് പറഞ്ഞ്. നല്ല കല്ലേമുട്ടിയും ബ്രാലും സിലോപ്പിയും എല്ലാം ഉണ്ട്. ചേട്ടത്തി, ആ എന്താ ബേബി? മേലാടത്ത് വല്യപ്പച്ചൻ വയ്യാതെ കിടക്കും അല്ലയോ? ആ, ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടേച്ച് പോയ പോക്കില്ല. തലകറങ്ങി വീണയാന്ന് പറയുന്നു. ഇപ്പൊ പഴയ പോലല്ല, ഓർമ്മയും കുറവാ. ആ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴ് ലീലാമ്മയെക്കുറിച്ച് ഒത്തിരിയും ചോദിച്ചു. പിന്നെ ചേട്ടത്തിയുടെ കെട്ട് നടക്കാത്തതിന്റെ ആദ്യം പറഞ്ഞു. ചുനക്കരയെന്ന് ആരാണ്ടും വന്നേച്ചും പിന്നെന്തോ പറഞ്ഞു. അതൊക്കെ കർത്താവ് നിശ്ചയിച്ച പോലെ അല്ലേ ബേബി? ദേ വരുന്നടി. വെട്ടിയാറ്റുള്ള ഒരു മോരുകാരൻ നായരുണ്ടായിരുന്നു. എന്തോന്ന് അയാളുടെ പേര്? ആ, ശങ്കരൻ നായർ. നിനക്കറിയത്തില്ലായിരിക്കും, എൻ്റെ അപ്പൻ കണാരനറിയാമായിരിക്കും. അന്നീ നാട്ടിൽ മൊത്തത്തിനും കൂടെ ഒരു വാദ്യം ഉണ്ടായിരുന്നുള്ളൂ, കണാരൻ. പിന്നെ അറിയാതെ വരുമോ? എന്നിട്ട് മോരുകാരൻ ശങ്കരൻ നായർ എന്താ ചെയ്തേ? ആ, അതല്ലയോ പറഞ്ഞു വരുന്നത്. ഞാൻ ഇടയിൽ കയറി ചോദിച്ചാ എങ്ങനെയാ? ശങ്കരൻ നായർ 2 ഇടങ്ങഴി പാലിൻ്റെ മോര് ഒരു കലത്തിനകത്ത് വെച്ച് ഒന്നേ കുതിരാടം വരും. 4 കാശിനും 8 കാശിനും വഴിനീള വിൽക്കും. സന്ധ്യ ആവുമ്പോൾ ഉപ്പും മുളകും സാമാനവും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോവും. ഓ, അക്കാലത്ത് ഈ നടപ്പൊക്കെ നടന്നാ കിട്ടുന്ന എന്തുവാന്നോ അറിയത്തില്ലയോടൂ? ഓ, വല്ല 2-4 ചക്രം കിട്ടുമായിരിക്കും. കാലക്കേടുകാരനായിരുന്നേ. അതിനിടെ അങ്ങയുടെ ഭാര്യയ്ക്ക് തീനവും പിടിച്ചു. അയാൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നേച്ചും പറഞ്ഞ്, കുഞ്ഞേനാ മാപ്പിളെ എനിക്കൊരു സഹായം ചെയ്യും, ഒരു 50 രൂപ തന്നേര്. വെറുതെ വേണ്ട, 5 പറ വിരിപ്പ് നിലമുണ്ട്.
അതിന് അവകാശികളാണെങ്കിലോ 7 പേര്. അതിനകത്ത് അയാളുടെ അവകാശം വില തരാമെന്ന്. ആ മുതിരയും പയറും ഒക്കെ വാങ്ങിച്ച് കച്ചവടം ചെയ്തതിൻ്റെ കുറച്ച് മുതല് അന്ന് എൻ്റെ അടുത്തുണ്ടെന്ന് കൂട്ടിക്കോ. ആ ഞാനങ്ങ് സമ്മതിച്ചു. വിള കൊയ്യാൻ ചെന്നപ്പോഴല്ലയോ പ്രശ്നമറിയുന്നേ. ശങ്കരൻ നായർ എരപ്പാളിയാണെങ്കിലും മറ്റേ 6 പേരും നല്ല നിലയിലാ. അയാളുടെ ശേഷക്കാര് ചട്ടമ്പികളുവാ. കൊയ്യാൻ ചെന്നപ്പോൾ 1ഉം 2ഉം പറഞ്ഞു വഴക്കായി. പണ്ടാരാണ്ട് പറഞ്ഞ കൂട്ട് കറക്കുന്ന പശുവിനെ കൊടുത്തേച്ച് തടുക്കുന്ന കാളെ വാങ്ങിച്ച ഇടപാടായി പോയി. കഷ്ടപ്പെട്ടുണ്ടാക്കി 10 കാശ് വെള്ളത്തിൽ വരച്ച പോലായില്ലയോ. എടങ്ങേറായല്ലോ. എന്നിട്ട് പിന്നെ എന്തുവാ ചെയ്തേ? എന്തവാ ചെയ്യണ്ടേ? അത് തന്നെ ആയിരുന്നു ആലോചന. നമ്മുടെ തെക്കേക്കരയിലെ മൂപ്പിന്നുണ്ടായിരുന്നു. വലിയ കേസുകാരനും തർക്കക്കാരനും ഒക്കെ ആയിരുന്നല്ലോ. മൂപ്പിലാനെ കണ്ട് ചോദിച്ചു. രായും ചട്ടമൊക്കെ കേട്ടാൽ ഇടപെടാൻ ഒക്കത്തില്ല. പിന്നെ ചെറുപ്പത്തിലേ എനിക്കൊരു സ്വഭാവമുണ്ട്. എത്ര കേമനായാലും ഒരാൾ പറയുന്ന കൂട്ടനുസരിച്ച് ഒരു കാര്യവും ചെയ്യത്തില്ല. അത് പിന്നെ അറിയത്തില്ലായോ. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പൂട്ടാൻ ചെന്നു. അപ്പൊ പ്രശ്നം കയറി ഞാൻ കടുക്കുക. ചേഴക്കാർ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. കൊച്ചുകൃഷ്ണനോട് കണ്ടെത്തിന്ന് കയറി പൊയ്ക്കോളാൻ പറഞ്ഞു. ഏത് കൊച്ചീഷൻ? കാളക്കാരൻ കൊച്ചുകൃഷ്ണനെ. ചുക്കെന്ന് പറഞ്ഞാൽ താൻ കൊക്കെന്നാണല്ലോ വെക്കുന്നേ. ഉമ്മിണി എന്ന് പറ. ആ ഉമ്മിണിയുടെ അപ്പനാ കൊച്ചുകൃഷ്ണൻ. ഞാൻ നേരെ ചേപ്പാടിന് പോയി. മനസ്സ് എരിപൊരി സഞ്ചാരമാണെന്ന് കണ്ടോളണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരണമല്ലോ. നിലം വേണ്ട, പണം തന്നാ മതി. ചോദിച്ചും പറഞ്ഞും ചെന്നപ്പോഴുണ്ട് അവരും ഒരുമാതിരി നല്ല നിലയെ കഴിയുന്നവരാ. ഒടുക്കം വലഞ്ഞെന്ന് പറ അല്ലയോ. ഞാൻ നേരെ ചെന്ന് കൂട്ടത്തി ഒരുത്തനെ കണ്ട്. അവനാണെങ്കിൽ ഒരു ചട്ടമ്പിയും ഇച്ചര മൂന്നുന്നവനും ഒക്കെയാ. അവനെ വിളിച്ചുകൊണ്ട് കൊറ്റംകുളങ്ങര ഷാപ്പിൽ ചെന്ന് ഞാൻ നല്ലോണം സൽക്കരിച്ചു. പിന്നെ അല്ല. ചുരുക്കി പറഞ്ഞ പാട്ടച്ചീട്ട് വാങ്ങിക്കാൻ ചെന്ന ഞാൻ 4 കാശ് പോലും കൊടുക്കാതെ നിലവും എഴുതി വാങ്ങിച്ചുകൊണ്ടാ പോന്നേ. വേണ്ടേ ഇച്ചിരി ചായ കുടി. അപ്പച്ചന് പുറത്തോട്ട് ഇറങ്ങിയിരുന്നപ്പോ ഇച്ചിരി രസമൊക്കെ ഉണ്ടല്ലോ. പെണ്ണെന്തുവാ പറഞ്ഞേ? അപ്പച്ചനെ പുറത്തോട്ടിറങ്ങി ഇരുന്നപ്പോ പൊടിക്ക് രസമില്ലയൊന്നും. ആരാ മനസ്സിലായില്ലല്ലോ. അപ്പച്ചൻ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മ പോവും. ഞാനേ വാത്തിപ്പറമ്പിലെ കണാറിന്റെ മോനാ കുട്ടപ്പൻ. ഞാനല്ലേ അപ്പച്ചന്റെ താടി പഠിച്ചു തന്നെ. ആന്നോ? നീ താടി പഠിച്ചു തന്നു? എപ്പോ? ഇപ്പൊ. എന്നിട്ട് നിനക്ക് ചക്രം കിട്ടിയോ? ഇല്ല. അതെന്താ? അപ്പച്ചൻ തന്നില്ല. എന്താ നീ പറയുന്നേ? അപ്പച്ചൻ കൊടുത്തില്ലെന്ന്. കൊടുത്തില്ലയോ? വേണ്ടേ, ഇപ്പൊ ഇത്രയേ ഉള്ളു. പെണ്ണേ, തേങ്ങ ഇരിപ്പോണ്ട് ഒരു 2-3 എണ്ണം കൊടുത്തേര്. തേങ്ങയ്ക്കൊക്കെ വലിയ ക്ഷാമമാ. ഉള്ളവര് പൂഴ്ത്തി വയ്ക്കും.
യുദ്ധം നടക്കുമല്ലയോ, വലിയ അരിമ്പാ. എന്നാ ഞാൻ പോട്ടെ. ദേ ആ എരുത്തിലിന്നേ 2 തേങ്ങായും കൂടെ എടുത്തോണ്ടാട്ടെ. ഓ അപ്പച്ചന് കുളിക്കണ്ടായോ? ഇച്ചിരി ചൂടുവെള്ളം അനത്തട്ടോ. ആ എന്നാ വന്നാട്ടെ, തിണ്ണക്ക് കയറിയിരിക്ക. ദീനായേ, ഇങ്ങി വന്നേ. തേണ്ട ആരാണ്ട് വിളിക്കുന്നു പെണ്ണേ. അതാ താഴെ ചെരുവിലെ കുഞ്ഞപ്പിയുടെ പെമ്പിളെ അപ്പച്ച. വാ. നീ അങ്ങ് വല്ലാണ്ട് ഉടഞ്ഞു പോയല്ലോ പെണ്ണേ. ദേണ്ട ദീനാമോ, ഇച്ചിരി കായലിലെ മീനാ. കുഞ്ഞപ്പിച്ചായം കൊണ്ടുവന്നയാ. അപ്പച്ചനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, ഇത്ര മീൻ എന്തോയിനാ അമ്മണി? ഇവിടെ ആരിയ്ക്കുന്നു തിന്നാനെ കൊണ്ട്? അപ്പച്ചന് മാത്രം 1-2 വെച്ചിട്ട് ബാക്കി അങ്ങ് എടുത്തു. അയ്യോ, എന്റെ കർത്താവേ, കുഞ്ഞപ്പിച്ചാൻ എന്നെ അങ്ങോട്ട് കേട്ടത്തില്ല. അകത്ത് കൊണ്ടുപോയി വെച്ചാട്ടെ. ദീനാമോ, വാട്ടി വെച്ചാ അപ്പച്ചന് വറുത്ത് കൊടുത്തുവിടായോ? എന്തോ മീനാ പെണ്ണേ? ഇച്ചിരി കായലിലെ കൊഞ്ചും പുളുവനും ഒക്കെ അപ്പച്ച. 2-3 കരിമീനും ഉണ്ടടി. കൊണ്ടുവച്ചേരെ. അവൻ കൊടുത്തു വിട്ടേ അല്ലയോ, അകത്തു കൊണ്ടുവച്ചേരെ. അത്തിമരം വളർത്തുന്നവൻ അതിന്റെ ഫലം തിന്നും. യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുമെന്ന പ്രമാണം. അപ്പച്ചനങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി ദീനായേ. അല്ലേ, പിന്നെ വയസ്സായ ക്ഷീണിക്കത്തില്ലയോ അമ്മണി? ആ പിന്നെ നീ അറിഞ്ഞോ, നമ്മുടെ എള്ളുപറമ്പത്തോട്ട് ലീലാമയെ കീവറയിച്ചൻ പോയി വിളിച്ചോണ്ട് വന്നെന്ന്. വയറ്റുകണിയായിട്ടിരിക്കുമല്ലയോ. ഹേവിയും വന്നിട്ടുണ്ടെന്നാ കുഞ്ഞപ്പിച്ചായം പറഞ്ഞ്. 2-3 പെട്ടി നിറച്ച് സാധനമായിട്ടാ വന്നേന്ന്. കടവത്തുനിന്ന് പെട്ടിയൊക്കെ ചെമന്നാ കൊണ്ടുപോയെന്ന് പറയുന്ന കേട്ട്. നീ അറിഞ്ഞില്ലയോ ദീനാ ഇതൊന്നും? ഞാനൊന്നും അറിഞ്ഞില്ലേ. അല്ലേ, മാത്തക്കുട്ടിച്ചാനും അറിഞ്ഞില്ലയോ? മാത്തുക്കുട്ടിച്ചാൻ തിരുവനന്തപുരത്ത് പോയേക്കുവാ. ഞാനാന്ന് ഇതിനകത്ത് അടച്ചിരിക്കുക. പിന്നെ എങ്ങനെ വല്ലതും അറിയുന്നേ? എന്നാലും പെണ്ണിനെ വിളിച്ചോണ്ട് വരുമ്പോഴ് വന്ന് പറയേണ്ട ചുമതലയില്ലയോ, അതാ പറഞ്ഞേ. അപ്പച്ചനെ ഇച്ചിരി വെള്ളം അനത്തണം. വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് കുളിച്ചില്ല പിന്നെ നീരിളക്കോ വല്ലതും വന്നാ അത് വെനയാ. നീ നില്ല. അയ്യോ, എനിക്ക് നിക്കാനെ കൊണ്ട് സമയം എവിടാ. മീനും വെട്ടി അരിയും വെള്ളത്തിലിടണം. എന്നാ ഞാൻ ചെന്നേച്ചും വരാം ദീനായി. ഓ ബേബിച്ചായ, ആ കഥകങ്ങ് ചാരിയരെ. എന്തുവാ ബേബിച്ചായ? ഒന്നുമില്ല.
അതെ ബേബിച്ചായ, ഉം. ഞാനേ കൈ കിടന്ന് വള രണ്ടു ഊരി അമ്മച്ചിക്ക് കൊടുത്തേച്ചോ പോന്നെ. അപ്പൊ ഇതോ? ഇതും മുക്ക. അമ്മച്ചി പറഞ്ഞ് ആലക്കടയിലെ തട്ടാൻ സുകുമാരനില്ലയോ, അയാളുടെ കൈ കൊടുത്ത് വിളക്കിക്കാവെന്ന്. അതിന്റെ പണിക്കൂലി അമ്മച്ചിയെ കൊണ്ട് കൊടുപ്പിച്ചേക്കല് കേട്ടോ. അത് വിളക്കുന്ന എന്തോയിനാടി? അത് വിളക്കിയാലേ അമ്മച്ചി പറഞ്ഞ് ഒരു പച്ച കല്ല് വെച്ച കമ്മലും നേരിയതാന്നേലും ഒരു മാലയും തീരുവെന്ന്. പിന്നെ വളയറിന് ഇരിപ്പില്ലയോ, അപ്പൊ ഞാനും വിചാരിച്ചു അതാ നല്ലേന്ന്. അതുമല്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ കയ്യേലില്ലാത്തതാ നല്ലത്. അപ്പച്ചൻ എന്തോയിലും ആവശ്യത്തിന് ചോദിച്ചാ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. പണയം വച്ചാ പിന്നെ എടുപ്പൊന്നും നടക്കത്തില്ലെന്നേ. നമുക്കാന്നേ ഇനി ആവശ്യം വരുമല്ലയോ. കർത്താവ് തരുന്ന പെണ്ണാന്നേ കാണാം നമ്മള് മേപ്പോട്ട് നോക്കിയിരിക്കുന്നേ. അപ്പുറത്ത് ആരേലും കേക്കും. പിന്നെ ഇതിനകത്തെന്തോ എത്ര ചിരിക്കാനെ കൊണ്ട്. നീ കീവറിയിച്ചാന്റെ മോള് തന്നെ അല്ലേ? അങ്ങേരറിഞ്ഞ നിന്നെ പിന്നെ അങ്ങോട്ട് വിടത്തില്ല. പിന്നെ ഞാൻ പഴയ്ക്കാൻ പാടുപെടുവേ. ഒരു കാര്യം നേരെ ഇച്ചായ ഞാൻ പറയുന്നേ. കുട്ടിയമ്മ ഇച്ചായിയുടെ കാര്യം തന്നെ ഓർത്താ മതിയല്ലോ. ഞാനിവിടെ ഉള്ളപ്പോഴ് ഇച്ചായിക്ക് സ്വന്തമായിട്ട് ഒരു സാരി പോലും ഇല്ല. എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളതേ പകരം എടുത്ത പള്ളിക്കൂടത്തിൽ പോന്നേ. ഇച്ചായൻ എന്താ ഓർത്തോണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചില ജന്മങ്ങൾ അങ്ങനെയാ, മാറ്റി ഉടുത്തേനെ കഴിയേണ്ടി വരും. കുട്ടിയമ്മച്ചായി സ്വന്തമായിട്ട് വാങ്ങിയത് ഇത് മാത്രമേ ഉള്ളൂ. പലിശ പാപ്പിയച്ചായുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് തവണ അടിച്ച ഇച്ചായി ഇത് വാങ്ങിയേ. ഇടയ്ക്കും മുറയ്ക്കും ഇത് വെച്ച് പാട്ട് കേൾക്കായിരുന്നു അവര്. എന്താ വൈച്ചായി, വെള്ളം വല്ലതും വേണോ?